വീഡിയോ എഡിറ്റിംഗ്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ബേസിക് ടു അഡ്വാൻസ് ലെവൽ എഡിറ്റിംഗ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിലൂടെ നിങ്ങൾ മൊബൈൽ വീഡിയോ എഡിറ്റിംഗിൽ പ്രോ ആയി മാറും. അതുമാത്രമല്ല, ഞാൻ ബാക്ക്ഗ്രൗണ്ട് വീഡിയോസും സൗണ്ട് എഫക്ട്സും എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിൽ പറയുന്നതാണ്. നമ്മളിന്ന് ഇൻഷോട്ട് ആപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ പോയിന്റ്സ് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഹൗ ടു ആഡ് ബാക്ക്ഗ്രൗണ്ട് ക്ലിപ്സ് ആണ്. അതിന് ആദ്യം ഇൻഷോട്ട് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഹോം പേജിൽ വീഡിയോ എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. ഇവിടെ നമുക്ക് ആൽബം ആൻഡ് മെറ്റീരിയൽസ് എന്ന് കാണാം. ഈ ആൽബത്തിൽ നമ്മുടെ ഫോണിലെ വീഡിയോസ് ആൻഡ് ഫോട്ടോസ് ആണുള്ളത്. പക്ഷേ മെറ്റീരിയൽസിൽ ഇൻഷോട്ട് ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട്സ് ആണുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ആൽബം ആണ് സെലക്ട് ചെയ്യുന്നത്. ഇതിലിവിടെ ഗ്രിഡ് മോഷൻ ബാക്ക്ഗ്രൗണ്ടാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതിനെ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആഡായി. ഇനി അടുത്ത ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ഇവിടെ പ്ലസ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വീഡിയോസ് ആൻഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അടുത്ത ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാം. ഇനി എലമെൻറ്റ്സ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി PAP ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് PAP ആയിട്ട് വീഡിയോസും ഫോട്ടോസും PNGസും ആഡ് ചെയ്യാം. ഞാൻ PNG ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എലമെൻറ്റ്സ് എങ്ങനെ ആഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നിങ്ങൾക്ക് ഞാൻ എവിടെ നിന്നാണ് ബാക്ക്ഗ്രൗണ്ട് വീഡിയോസും PNGസും എടുക്കുന്നതെന്ന് പറഞ്ഞു തരാം. ബാക്ക്ഗ്രൗണ്ട് വീഡിയോസിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് പെക്സൽസ് ആണ്. ഇത് ഗൂഗിളിൽ പെക്സൽസ് എന്ന് സെർച്ച് ചെയ്താൽ മതി. പെക്സൽസിൽ ഇഷ്ടം പോലെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോസ് ഉണ്ട്. PNGസിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് PNG വിങ് ആണ്. PNG വിങ്ങിൽ നിങ്ങൾക്ക് ഇതുപോലെ ധാരാളം PNGs കിട്ടും. ഇനി അടുത്തതായി സൗണ്ട് ആൻഡ് വോയിസ് ഓവർ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി പിന്നെ നമ്മൾ ഇൻഷോട്ട് ആപ്പിൽ വന്ന് ഇവിടെ ഓഡിയോയിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് മ്യൂസിക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മൈ മ്യൂസിക് എഫക്ട്സ് എന്ന് കാണാം. എഫക്ട്സിൽ നമുക്ക് കുറേ സൗണ്ട് എഫക്ട്സ് കിട്ടും. ഉദാഹരണത്തിന് ഇവിടെ ട്രാൻസിഷനിൽ പലതരത്തിലുള്ള വൂഷ് സൗണ്ട് കിട്ടും. ഇതല്ലാതെ തന്നെ പല സൗണ്ട് എഫക്ട്സും ഇതിലുണ്ട്. ഇനി നമ്മൾ റെക്കോർഡ് ചെയ്ത വോയിസ് ഓവർ ആഡ് ചെയ്യാൻ മൈ മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വോയിസ് ഓവറിൽ സെലക്ട് ചെയ്തിട്ട് യൂസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വോയിസ് ഓവർ ആഡ് ആയിട്ടുണ്ട്. ഇനി അതല്ലാതെ തന്നെ നിങ്ങൾ വീഡിയോ പ്ലേ ആയിക്കൊണ്ട് തന്നെ വോയിസ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ റെക്കോർഡ് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി സൗണ്ട് എഫക്ട്സ് എങ്ങനെ PNG ആയിട്ട് സിങ്ക് ആയിട്ട് ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഈ PNG സ്ക്രീന് വരുമ്പോൾ ഒരു ബോട്ടിൽ കോർക്ക് എഫക്റ്റ് ഇടാം. അതിനായി ടൈം ലൈൻ PNG സ്റ്റാർട്ട് ആവുന്ന സ്ഥലത്ത് കൊണ്ടുവരണം. എന്നിട്ട് മ്യൂസിക് സെലക്ട് ചെയ്തിട്ട് ബോട്ടിൽ കോർക്ക് എഫക്റ്റ് ആഡ് ചെയ്യാം. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ സൗണ്ട് എഫക്റ്റ് PNG ആയിട്ട് സിങ്ക് ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് കീ ഫ്രെയിമിങ്. ഇതെല്ലാവരും നല്ലോണം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. കാരണം കീ ഫ്രെയിമിങ് വെച്ച് നമുക്ക് PCയിലെ പോലെ അഡ്വാൻസ് ലെവൽ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും. ആദ്യം കീ ഫ്രെയിമിങ് എന്താണെന്ന് പറയാം. കീ ഫ്രെയിമിങ് ബേസിക്കലി 2 പോയിൻറ്റ്സ് ആണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് എന്തിനേയും ആനിമേറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മോഷൻ, അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ആൻഡ് സൂം ഇൻ ആൻഡ് ഔട്ട് മോഷൻ. അപ്പോൾ കീ ഫ്രെയിമിങ് അപ്ലൈ ചെയ്യാൻ ഞാനൊരു PNG ആഡ് ചെയ്യുവാണ്. ഇനി ഈ PNG ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ പോലെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് കീ ഫ്രെയിം. ഇതിൽ ക്ലിക്ക് ചെയ്താൽ കീ ഫ്രെയിമിങ് ആഡ് ആവും. ഞാൻ ഈ PNGയുടെ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് ഒരു കീ ഫ്രെയിമിങ് ആഡ് ചെയ്തു. അടുത്ത കീ ഫ്രെയിം കുറച്ച് ഡ്രാഗ് ചെയ്ത് ഇവിടെ വയ്ക്കാം. ഇനി ഫസ്റ്റ് കീ ഫ്രെയിമിങ്ങിൽ ടൈം ലൈൻ കൊണ്ടുവരണം. അപ്പോൾ അതിനൊരു ഗ്രീൻ കളർ വരുന്ന കാണാം. അന്നേരം ഞാൻ ഈ PNGയെ താഴോട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നു. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പം നമ്മുടെ PNG ആനിമേറ്റ് ആയി. ഇതുപോലെ നമുക്ക് സൂം ഇൻ ആൻഡ് സൂം ഔട്ട് എഫക്റ്റും കീ ഫ്രെയിമിംഗ് വഴി ചെയ്യാൻ പറ്റും. അതിനായി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആനിമേഷൻ വേണ്ട സ്ഥലത്ത് 2 കീ ഫ്രെയിമിംഗ് ആഡ് ചെയ്യണം. എന്നിട്ട് ഫസ്റ്റ് കീ ഫ്രെയിമിങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് PNGയെ ഇതുപോലെ ചെറുതാക്കണം. ഇനി ഇത് പ്ലേ ചെയ്ത് നോക്കാം. PNG സൂം ആവുന്നുണ്ട്. ഇനി നമുക്ക് കീ ഫ്രെയിമിംഗ് വെച്ച് ഇതുപോലെ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി PNG ആഡ് ചെയ്യാം. ഇനി ഇത് ആദ്യം താഴെ നിന്ന് മുകളിലോട്ട് വരണം. അതിന് PNGയുടെ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് ഒരു കീ ഫ്രെയിമിംഗ് വെക്കാം. എന്നിട്ട് കുറച്ച് മുന്നോട്ട് പോയിട്ട് അടുത്ത വയ്ക്കാം. ഇനി ഫസ്റ്റ് കീ ഫ്രെയിമിൽ വന്നിട്ട് PNG താഴോട്ട് ഡ്രാഗ് ചെയ്യാം. ഇനി പ്ലേ ചെയ്ത് നോക്കാം.
പക്ഷേ ആനിമേഷൻ ഒരു സ്മൂത്ത്നെസ് ഇല്ല, സ്ലോ ആയിട്ടാണ് വരുന്നത്. ഇത് മാറ്റാൻ നമ്മൾ ഈസ് യൂസ് ചെയ്യും. ഈസ് നമ്മുടെ ആനിമേഷനെ സ്മൂത്ത് ആക്കും. ഈസ് അപ്ലൈ ചെയ്യാൻ 2 കീ ഫ്രെയിമിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഇവിടെ ഈസ് ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കുറേ ഗ്രാഫ് കാണാം. ഞാൻ ഈ ഗ്രാഫാണ് സെലക്ട് ചെയ്യുന്നത്. കണ്ടോ, ഇപ്പോൾ ആനിമേഷൻ സ്മൂത്തായി. ഇനി PNG സൈഡിലോട്ട് വരണം. അതിനെ കുറച്ച് മാറി ഇവിടെ ആയിട്ട് 2 കീ ഫ്രെയിമിങ് ആഡ് ചെയ്യാം. ഇനി ലാസ്റ്റ് കീ ഫ്രെയിമിൻ്റെ അടുത്ത് പോയി ടൈം ലൈൻ കൊണ്ടുവയ്ക്കണം. എന്നിട്ട് PNGയെ സൈഡിലോട്ട് കൊണ്ടുവരണം. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഈസും കൂടെ വെക്കാം. ഇനി പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ആനിമേഷൻ അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കീ ഫ്രെയിമിങ് യൂസ് ചെയ്യാൻ പഠിച്ചു. ഇനി വരുന്ന ചില പോയിന്റ്സിൽ നമ്മൾ കീ ഫ്രെയിമിങ് യൂസ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് അടുത്ത പോയിന്റിലോട്ട് കിടക്കാം. ട്രാൻസിഷൻസ് ആഡ് ചെയ്യാൻ 2 വീഡിയോസിൻ്റെ നടുക്ക് വന്നിട്ട് ഇവിടെ വെള്ള ബോക്സ് പോലെ ഒരു സാധനമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ട്രാൻസിഷൻസ് നമുക്ക് കാണാം. ഞാൻ ഈ ട്രാൻസിഷൻ ആഡ് ചെയ്യുവാണ്. കണ്ടു, ഇപ്പോൾ ട്രാൻസിഷൻ ആഡായി. ഇനി നമുക്ക് നമ്മുടെ രീതിയിലുള്ള ട്രാൻസിഷൻ ഉണ്ടാക്കാം. ഉദാഹരണത്തിന് ഞാൻ ഈ യൂട്യൂബ് ലോഗോ ട്രാൻസിഷൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു തരാം. അതിനായി നിങ്ങൾക്ക് ട്രാൻസിഷൻ വേണ്ട വീഡിയോയുടെ ലാസ്റ്റ് വന്നിട്ട് ഒരു PNG ആഡ് ചെയ്യാം. ഞാൻ ഈ യൂട്യൂബ് ലോഗോ PNG ആഡ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പോയിട്ട് ഇതുപോലെ PNG അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി PAPയുടെ സ്റ്റാർട്ടിൽ ഒരു കീ ഫ്രെയിമിങ് ആഡ് ചെയ്യണം. എന്നിട്ട് കുറച്ച് മാറി ഇവിടെ ആയിട്ട് അടുത്ത കീ ഫ്രെയിമിങ് ആഡ് ചെയ്യാം. ഇനി ഫസ്റ്റ് കീ ഫ്രെയിമിങ്ങിൽ വന്നിട്ട് ഇതുപോലെ ലോഗോ സൈഡിലോട്ട് മാറ്റണം. ഇനി സെക്കൻഡ് കീ ഫ്രെയിമിങ്ങിൽ വന്നിട്ട് ലോഗോ ഫുള്ള് വലുതാക്കണം. ഇനി കുറച്ചുകൂടെ മാറി തേർഡ് കീ ഫ്രെയിമിങ് ആഡ് ചെയ്യണം. എന്നിട്ട് ലോഗോ ഫുൾ സൈഡിലോട്ട് മാറ്റണം. ഇനി പ്ലേ ചെയ്ത് നോക്കാം. വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഈസും കൂടെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ട്രാൻസിഷൻ സ്മൂത്തായി. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ടെക്സ്റ്റ് ആനിമേഷൻ. നിങ്ങൾ ഇങ്ങനത്തെ ടെക്സ്റ്റ് ആനിമേഷൻ കണ്ടിട്ടുണ്ടാവും. Welcome to the official channel of YT Frame Lab. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായി ഞാനൊരു വോയിസ് ഓവർ ആഡ് ചെയ്യുവാണ്. ആദ്യം ഇത് പ്ലേ ചെയ്ത് നോക്കാം. Welcome to the official channel of YT Frame Lab. ഇനി ഓരോ ടെക്സ്റ്റും ആഡ് ചെയ്യാം. ടെക്സ്റ്റിൻ്റെ ലെങ്ത് ഫുൾ വീഡിയോയിലാക്കുക. ഇനി വോയിസ് ഓവർ പ്ലേ ചെയ്ത് ഓരോ വാക്ക് കഴിയുമ്പോൾ കട്ട് ചെയ്യണം. അതിനായി ഇവിടെ സ്പ്ലിറ്റ് എന്ന ഓപ്ഷൻ അടിച്ചാൽ മതി. ഇനി വോയിസ് ഓവർ വെച്ച് കട്ട് ചെയ്യാം. Welcome to the ഇവിടെ വെൽക്കം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു കട്ട് ചെയ്യാം. ഇനി ഈ കട്ട് ചെയ്ത ടെക്സ്റ്റിൽ വെൽക്കം എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി അടുത്ത പ്ലേ ചെയ്യാം. ഇവിടെ 2 പറഞ്ഞു. ഇവിടെ കട്ട് ചെയ്ത് 2 എന്ന് ടൈപ്പ് ചെയ്യാം. ഇങ്ങനെ ഓരോ വാക്ക് കഴിയുമ്പോൾ കട്ട് ചെയ്ത് ടൈപ്പ് ചെയ്യണം. അപ്പം നമ്മൾ കട്ട് ആൻഡ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. Welcome to the official channel of YT Frame Lab. ഇപ്പോൾ കറക്റ്റായിട്ട് ടെക്സ്റ്റ് വോയിസ് ഓവറുമായിട്ട് സിങ്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പോയിന്റിലോട്ട് കിടക്കാം. ക്രോമ കീ യൂസ് ചെയ്ത് എങ്ങനെ ഗ്രീൻ സ്ക്രീൻ മാറ്റാമെന്ന് നോക്കാം. അതിന് PAP സെലക്ട് ചെയ്ത് ഒരു ഗ്രീൻ സ്ക്രീൻ ആഡ് ചെയ്യാം. ഇനി ഇവിടെ കട്ടൗട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ക്രോമയിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഈ പ്ലസ് ആൻഡ് ഗ്രീൻ കളറിൻ്റെ അടുത്ത് കൊണ്ടുവരണം. എന്നിട്ട് ഇവിടെ സ്ട്രെങ്ത് ഫുൾ ആക്കണം. അപ്പോൾ ഗ്രീൻ സ്ക്രീൻ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി എല്ലാ പോയിന്റ്സും കവർ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് സീരീസിൻ്റെ ഫസ്റ്റ് പാർട്ടായിരുന്നു. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ ഉണ്ടാവുന്നതായിരിക്കും. അതിൽ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ലെവൽ എഡിറ്റിംഗ് ആയിരിക്കും പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. ഞാനത് ക്ലിയർ ചെയ്തു തരാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.